ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നിർത്തിയിരുന്നതെന്ന് വെച്ചാൽ ഇഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്ന നെസ്റ്റിംഗ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെന്റ് വരെ ആയിരുന്നു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് പോയി കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. അപ്പൊ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വാല്യൂ ടെസ്റ്റ് ചെയ്യാനാണ്. ഒരുപാട് കേസസിൽ നിന്ന് ഒരു വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ, ഒരു ഗീവൻ വേരിയബിളിന്റെ വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ വാല്യൂ നമ്മൾ കൊടുക്കുന്ന വേരിയബിളിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ നമുക്ക് ആ കേസിനകത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ ആ കേസിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആയിട്ട് ആ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ സിന്റാക്സ് വരുമ്പോഴത്തേക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാൻ സിന്റാക്സ് കാണിക്കാം. അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സ്പ്രഷൻ കൊടുക്കും. സ്വിച്ചിനകത്ത് ഒരു എക്സ്പ്രഷൻ കൊടുക്കും. പിന്നെ 5-6 കേസ് കാണും. ഒരു കേസ് 1, കേസ് 2, അതേപോലെ ഡീഫോൾട്ട് കേസ്. നമ്മൾ ഈ കൊടുക്കുന്നതിന് ഒന്നും ഇതിനകത്ത് ഈ ഒരു കേസിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വരാനുള്ളതാണ് ഡീഫോൾട്ട് കേസ്. ഇപ്പൊ കേസ് വാല്യൂ 1 കൊടുക്കുമ്പോഴത്തേക്ക് അതാണ് നമ്മളെ എക്സ്പ്രഷനുമായിട്ട് ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ ആ കേസ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ആ കേസിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആയിട്ട് ആ പ്രോഗ്രാമിൽ നിന്ന് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ കേസ് 2 കേസ് 2 ആണ് ഈക്വൽ ആയിട്ട് വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആയിട്ട് പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവും. നമുക്ക് ഒരു കേസ് നമ്മളെ കൊടുക്കുന്ന എക്സ്പ്രഷനും ഈ കൊടുത്തേക്കുന്ന കേസുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ ഡീഫോൾട്ട് കേസ് ആയിട്ടാണ് അത് എടുക്കുന്നത്. അന്നത്തെ ഡീഫോൾട്ട് കേസിനകത്ത് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. പ്രോഗ്രാമും കൂടെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ഇതിന്റെ സിന്റാക്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാവും. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, write a C program to read a number between 1 and 7 and display the corresponding day of the week. ഒന്നുമില്ല, പ്രോഗ്രാം പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ കീബോർഡിൽ നിന്ന് ഒരു നമ്പർ റീഡ് ചെയ്തെടുക്കണം. 1-നും 7-നും ഇടയിലുള്ള ഒരു നമ്പർ നമ്മൾ റീഡ് ചെയ്തെടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ, ഒരു വീക്കിനകത്ത് ഡേ പ്രിന്റ് ചെയ്തെടുക്കണം. അതാണ് പ്രോഗ്രാം. അപ്പോഴത്തേക്ക് എങ്ങനെയാ വരുന്നത്? 1 ആണെങ്കിൽ സൺഡേ, 2 ആണെങ്കിൽ മൺഡേ, അങ്ങനെയല്ലേ നമുക്ക് ചെയ്യേണ്ടുള്ളത്. നമുക്ക് നോക്കാം, പ്രോഗ്രാമിലേക്ക് പോവാം. നമ്മൾ അതിനുവേണ്ടി കോഡ് ബ്ലോക്സ് ID ഓപ്പൺ ചെയ്യാണ്. കോഡ് ബ്ലോക്സ് ID ഇൻസ്റ്റാൾ ചെയ്യാൻ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടിട്ട് കോഡ് ബ്ലോക്സ് ID ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാം വെച്ച് നമുക്ക് ആലോചിച്ച് നോക്കാം എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇപ്പൊ ഹെഡർ ഫയല്, വേർഡ് മെയിനൊക്കെ ഞാൻ നേരത്തെ എഴുതി വെച്ചേക്കാണ്. ഇനി നമുക്ക് വേണ്ടുള്ളത് ആ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നോക്കണം. അപ്പൊ ആദ്യം വേണ്ടുള്ള എന്താണ്? ആ 1 മുതൽ 7 വരെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്ന നമ്പർ ഉണ്ടല്ലോ, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണ്ടേ. അപ്പോൾ ഒരു ഇൻഡിജർ ടൈപ്പ് നമ്പർ നമ്മൾ 1 to 7 കൊടുക്കുമ്പോഴത്തേക്ക് എന്തായാലും പോയിന്റ് ഒന്നും എന്തായാലും കൊടുക്കില്ലല്ലോ. അപ്പോഴത്തേക്ക് ഇൻഡിജർ ടൈപ്പ് നമ്പർ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഇൻഡ് നം1. നമ്മന്ന് മാത്രം മതി, ഒരു നമ്പറല്ലേ ഉള്ളൂ, ഒരു നമ്പറിന്റെ ആവശ്യം ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മന്ന് കൊടുത്തു, ഒരു സെമി കോളൻ ഇട്ടു. ദെൻ അടുത്ത് നോക്കേണ്ടുള്ളത് ഈ നമ്പർ നമുക്ക് റീഡ് ചെയ്തെടുക്കണം. റീഡ് ചെയ്തെടുക്കാൻ ആദ്യം പ്രിന്റ് ചെയ്യാനുള്ളത് ഞാൻ പ്രിന്റ് എഫ് എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7 എന്ന് കൊടുക്കുന്നു. സെമി ഡബിൾ ഇൻവെർട്ടർ കോമയാണ്, സിംഗിൾ അല്ല. എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7. ഓക്കെ, കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ഒരു സെമി കോളൻ ഇടണം. സെമി കോളൻ മറക്കരുത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി സ്കാനഫ് കൊടുക്കണം. കീബോർഡിൽ നിന്ന് കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി സ്കാനഫ് ആണ് കൊടുക്കേണ്ടുള്ളത്. സ്കാനഫിനകത്ത് നമ്മൾ %d ആണ് കൊടുക്കുന്നത്. കാരണം എന്താണ്? ഇൻഡിജർ നമ്പറാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നത്, ആരെങ്കിലും ഇത് മറന്നിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു ഓർമ്മയാവാൻ. എല്ലാവരും പഠിച്ചിട്ടിരിക്കുകയാണെന്ന് അറിയാം, എന്നാലും മറന്നിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഓർമ്മ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ %d എന്തിനു ഉപയോഗിക്കുന്നു, %f ആണെങ്കിൽ അത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. ഒരു %f കൂടെ കൊടുക്കുന്നു. ദെൻ ഒരു സെമി കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നമ്പർ റീഡ് ചെയ്തെടുക്കാനുള്ള വരെയായി. ദെൻ നമുക്കിനി എന്താ നോക്കണുള്ളത്? സ്വിച്ച് ചെയ്യണം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. സ്വിച്ചിനകത്ത് ഈ നമ്പറിനെ നമുക്ക് സ്വിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കേസ് 1, ഫസ്റ്റ് കേസ് കൊടുക്കണം. കേസ് 1 ആണെങ്കിൽ എന്തോ നമ്മൾ കൊടുക്കുന്ന നമ്പർ 1 ആണെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയാണ് കേസ് 1 കൊടുക്കുന്നത്. അതേപോലെ കേസ് 2 കൊടുക്കുന്നത്
നമ്മൾ കൊടുക്കുന്ന നമ്പർ 2 ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ അതിനു വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പൊ പ്രിന്റ് എഫ് ചെയ്യാണ് ഞാൻ ആദ്യം. കേസ് 1 ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രിന്റ് ചെയ്യാനുള്ളത്? സാറ്റർഡേ എന്നാണ് പ്രിന്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് സാറ്റർഡേ, സെക്കൻഡ് സൺഡേ, അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രിന്റ് എഫ് സാറ്റർഡേ എന്ന് കൊടുക്കണം. സാറ്റർഡേ. ഓക്കെ, കൊടുത്തു. സാറ്റർഡേ എന്ന് കൊടുത്തു. എനിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റി. അതാണ് ഞാൻ കുറച്ചു നേരം ആലോചിച്ചിരുന്നത്. സാറ്റർഡേ അല്ല സൺഡേ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഡേ സൺഡേ ആയിട്ടല്ലേ എടുക്കുന്നത് പറഞ്ഞത്. അപ്പൊ സൺഡേ, പ്രിന്റ് എഫ് സൺഡേ എന്ന് കൊടുത്തു. ഒന്നാണെങ്കിൽ സൺഡേ, രണ്ടാണെങ്കിൽ മൺഡേ, അങ്ങനെയൊന്നല്ലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ചെയ്തു പോകാം. ഞാൻ നേരത്തെ ഒരു പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് നോക്കിയത്, എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഒരു സെമി കോളൻ എടുത്ത് അവിടെ ഇതാക്കി. പിന്നെ നമ്മൾ ഒരു കൊടുക്കേണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരെണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കും കൂടെ കൊടുക്കണമെന്നല്ലായിരുന്നു അതിന്റെ സിന്റാക്സിൽ കിടക്കുന്നത്. ഒരു ബ്രേക്കും കൂടെ കൊടുത്തു. ഓക്കെ ആയി. ഇനി നമുക്ക് ഇത് തന്നെ കോപ്പി ചെയ്തെടുക്കാം. കോഡ് ഫുള്ള് ടൈപ്പ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിയും ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. കൺട്രോൾ സി, കൺട്രോൾ വി, കൺട്രോൾ വി, കൺട്രോൾ വി. അലൈൻമെന്റ് ഫുള്ളും തെറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. തെക്ക് വടക്കൊക്കെ പോയേക്കാണ് അലൈൻമെന്റ്. നമുക്ക് അതിന്റെ അലൈൻമെന്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഏഴെണ്ണം ഉണ്ട് എന്തോ, ഞാനൊരു ഊഹക്കണക്ക് വെച്ച് ചെയ്തതാണ്. ഏതെങ്കിലും കൂടുതലോ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. ഫസ്റ്റ് സൺഡേ കൊടുത്തു, രണ്ടാമത് മൺഡേ, മൂന്നാമത് ട്യൂസ്ഡേ, നാലാമത് വെനസ്ഡേ, അഞ്ചാമത് തേഴ്സ്ഡേ, ആറാമത്തത് ഫ്രൈഡേ, ഏഴാമത്തത് സാറ്റർഡേ. ഓക്കെ ആയി. ഓക്കെ ആയിട്ടില്ല. ഇനി നമ്മൾ കേസിന്റെ ആ നമ്പറിങ് മാറ്റി കൊടുക്കണമല്ലോ. ഇവിടെ എല്ലാം 1 1 കിടക്കുകയാണ്. രണ്ടാമത്തെ കേസ് 2, കേസ് 3, കേസ് 4, അതെല്ലാം മാറ്റി കൊടുക്കണ്ടേ. കേസ് 4, കേസ് 5, കേസ് 6, കേസ് 7. ഇതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന നമ്പർ 1 ആണെങ്കിൽ കേസ് 1-നകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കും, 2 ആണെങ്കിൽ കേസ് 2-നകത്തുള്ള എടുക്കും. അങ്ങനെയാണ് പ്രോഗ്രാം പോകുന്നത്. ഇനി ഒരു ഡീഫോൾട്ട് കേസും കൂടെ കൊടുക്കണം. അതെന്തിനാ നമ്മൾ കൊടുക്കുന്നത്? ഇനി ഈ എൻ്റർ ചെയ്യുന്ന ആള് ഈ 1 മുതൽ 7 വരെ അല്ലാതെ 8, 9 എങ്ങാനും അടിച്ചാലോ? അതിനുവേണ്ടിയാണ് നമ്മളൊരു ഡീഫോൾട്ട് കേസ് കൊടുക്കുന്നത്. ഡീഫോൾട്ട് കേസ് ഇൻവാലിഡ് എന്നോ ഒരു പ്രിന്റ് എഫ് ഇൻവാലിഡ് എന്ന് വല്ലതും കൊടുക്കാം. നോക്കാം ഡീഫോൾട്ട് കേസ് വർക്ക് ആവുമെന്ന് നോക്കാം. ഇൻവാലിഡ്. ഓക്കെ, സെമി കോളൻ ഇട്ടു. ഇനി നമ്മളെ കേർലി ബ്രാക്കറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് ഓപ്പൺ ക്ലോസ് ആണോ നോക്കണം. ഇവിടെ ഒരെണ്ണം ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ എറർ കാണും, നമുക്ക് പ്രോഗ്രാം ഒന്ന് ബിൽഡ് ചെയ്യാം. പ്രോഗ്രാം ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആംപ്രസന്റ് എഫ് ഏത് നമ്മന്നല്ലായിരുന്നു കൊടുക്കണ്ടല്ല, ആംപ്രസന്റ് നമ്മ. ഒരു എറർ അവിടെ തന്നെ കാണിച്ചു. ഇവിടെ ഒരു റെഡ് ഇത് കാണുന്നുണ്ടല്ലേ, നമ്മൊന്ന് മാറ്റി നമുക്ക് ഒന്നും കൂടെ ബിൽഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതും ഇവിടെ അടുത്ത എന്തോ എറർ ഉണ്ട്. ഡീഫോൾട്ട് കേസ് എന്ന് വേണ്ടെന്ന് തോന്നുന്നു, ഡീഫോൾട്ട് മാത്രം മതി എന്ന് തോന്നുന്നു. നോക്കാം. പ്രോഗ്രാം ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ എറർ പോയിട്ടുണ്ട്. ഡീഫോൾട്ട് മാത്രം മതി എന്നാണ് തോന്നിയത്. നമുക്ക് നോക്കാം. എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7. ഞാനൊരു 5 അടിച്ചു, എൻ്റർ അടിച്ചു, തേഴ്സ്ഡേ എന്ന് വന്നു. വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്യാം. ഒരു 8 അടിക്കാം.
8 അടിക്കുമ്പോൾ ഇൻവാലിഡ് ഓക്കെ വന്നിട്ടുണ്ട്. ഡിഫോൾട്ട് എന്ന് തന്നെയായിരുന്നു കൊടുക്കുന്നത്, കേസ് ഒന്നും വേണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. നമ്മൾ 1 ആണ് നമ്മളെ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പരെങ്കിൽ ഇതിനകത്ത് കേസ് 1 എടുക്കും, 2 ആണെങ്കിൽ കേസ് 2, അതേപോലെ 5 ആണെങ്കിൽ കേസ് 5, അതേപോലെ 7 ആണെങ്കിൽ കേസ് 7. അത് അത്രയും വരെ സ്വിച്ച് ചെയ്ത് പോകും. അതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ. ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ ഇവിടെ നോക്കിയാണ്, കേസ് 1ന്റെ കണ്ടീഷൻസ് നോക്കുന്നു, അങ്ങനെ നോക്കി പോവുകയാണ്. പിന്നുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന വാല്യൂ 1നും 7നും ഇടയിലല്ലാണ്ട്, ഇപ്പൊ ഇവിടെ 7 കേസ് അല്ലേ കൊടുത്തോളൂ. നമ്മളിപ്പോ ഇവിടെ ഒരു 8ാമത്തെ കേസ്, ഇത് 8ാമത്തെ കേസ് ആയിട്ടിരുന്നെങ്കിൽ പ്രോഗ്രാമിനകത്ത് ഡീഫോൾട്ട് കേസ് എന്ന് പറഞ്ഞാൽ അത് പ്രിന്റ് ആവത്തില്ല, നമ്മൾ 8 എൻ്റർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ. അപ്പൊ ഇവിടെ 7 കേസേ ഉള്ളൂ. അപ്പൊ ഇതിനില്ലാത്തൊരു കേസാണ് അപ്പം വരുന്നത് നമ്മൾ 8 കൊടുക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഡീഫോൾട്ട് കേസ് എന്ന് കൊടുത്തേക്കുന്നത്. ആ ഡീഫോൾട്ട് കേസ് വർക്ക് ആവുകയാണെങ്കിൽ ഇൻവാലിഡ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. അത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാമിൽ പറയുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഈ പ്രോഗ്രാമിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റും അതിന്റെ കുറച്ച് ലൂപ്പുകളുണ്ട്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, അതേപോലെ അതിനകത്തെ കുറച്ച് കാര്യങ്ങൾ, അതിന്റെ കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെ കാര്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ കമന്റ് ബോക്സിൽ കാണും, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാൻ ശ്രമിക്കാം. പിന്നുള്ളതെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.